നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിത്യേ, നീ വരുന്നില്ലേ? എങ്ങോട്ട്? കോടതിയിലേക്ക്. എന്തിന്? അവന്റെ കേസ് പരിഗണിക്കുന്ന ദിവസമല്ലേ ഇന്ന്. അതുകൊണ്ട് നീയും കൂടി അവിടെ ഉണ്ടായാലല്ലേ അവന് സന്തോഷാവുള്ളൂ. അങ്ങനെ അവനെ സന്തോഷിപ്പിക്കലല്ല ഇവളുടെ ജോലി. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. എന്റെ ഭർത്താവിന്റെ അനിയത്തി കൂടിയാ ഇവള്. ഇവളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കുടുംബം നശിപ്പിച്ചു, എന്നിട്ട് മതിയായില്ലേ നിനക്ക്? അത് തന്നെയാ അമ്മ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. നമ്മളെ ദ്രോഹിച്ച ഒരുത്തനെ ജാമ്യത്തിലിറക്കാൻ അമ്മ എന്തിനാ പോകുന്നേ? ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ വേണമെങ്കിൽ പോയിക്കോ. ഇവളെന്തിനാ വിളിക്കുന്നേ? പിന്നെ ഈ കുടുംബം നശിപ്പിച്ചതേ അത് ഞാനല്ല, അവനാ, ശരത്ത്. അവന്റെ കൂടെ നിന്ന് നിങ്ങളും അറിയാതെ ആ നശിപ്പിക്കലിന് കൂട്ടുനിന്നു. എല്ലാം ഞാൻ സഹിക്കണം. നിന്നെ അന്നേ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഇത് വല്ലതും കേൾക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാവുമായിരുന്നോ? അമ്മ എന്ത് വർത്താനായി പറയുന്നേ? സുധേട്ടൻ മരിച്ചെന്ന് കരുതി ഏട്ടത്തെ എന്തിനെ ഇറക്കി വിടുന്നേ? വിടാതിരുന്നതിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. അമ്മ ചെയ്യുന്നത് തെറ്റ്, അതമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. അച്ഛനെ മറന്ന അമ്മ ഇപ്പൊ ഈ ശരത്തിനെ സഹായിക്കുന്നത് അതമ്മ ഓർക്കണം. ഇതുവരെ സഹായിച്ചതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും അമ്മയ്ക്ക് ഇതൊന്നും നിർത്തിക്കൂടെ? അവന് കിട്ടേണ്ടത് തന്നെയാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അവനെ കരകയറ്റാൻ നോക്കുന്നത് പാപമാണമ്മേ. അമ്മ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നും ആരെയൊക്കെ സഹായിക്കണമെന്നും ഞാനാ തീരുമാനിക്കുന്നത്. അതിനെനിക്ക് ഒരുത്തിയുടെ ഉപദേശം വേണ്ട. നീ വരുന്നുണ്ടോ? ഇല്ല. കണ്ടോടി, ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിൽ കേറുന്നില്ലല്ലോ എടുത്തി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. ശരിയാവും. ശരിയാവാതെ എവിടെ പോവാൻ?